ഇന്ന് ഹലോ മലയാളത്തിൽ നമുക്കൊരു അതിഥിയുണ്ട്. സ്വാഭാവികമായും ലീഡേഴ്സ് മോർണിംഗിൽ ലീഡേഴ്സ് സാധാരണ വരാറുണ്ട്. ഇന്നിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട്. കാരണം നമുക്ക് അറിയാം, ഖത്തറിന് നേരെ നടന്ന ആക്രമണം, ഇസ്രയേലിൻ്റെ ആക്രമണം, അതിൻ്റെ തുടർ ചർച്ചകൾ അത് സജീവമായി നിലനിൽക്കുകയാണ്. മലയാളികൾക്ക് പ്രത്യേകിച്ച് ഏറെ താല്പര്യമുള്ള ഒരു വിഷയമാണത്. കാരണം അത്രയധികം ആളുകൾ കേരളത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ആ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഖത്തറിൽ, ദോഹയിലൊക്കെ നമുക്കെല്ലാം പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവിടെയാണ് ഒരു അന്താരാഷ്ട്ര സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. അവിടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ തുടർച്ച എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ലോകക്രമം മാറി മറിയുക, പ്രത്യേകിച്ച് ആ മേഖലയിൽ എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, തൊട്ടടുത്ത് നേപ്പാളിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ഇതിലെല്ലാം വിദഗ്ധ അഭിപ്രായവും അവരുടെ നിലപാടുകളും അവരുടെ വിലയിരുത്തലുകളും ഒക്കെ നമ്മൾ തേടേണ്ടതുണ്ട്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് അഷ്റഫ് വാളൂരാണ്. ഡോക്ടർ അഷ്റഫ് വാളൂർ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിൽ EMEA കോളേജിൽ. അതുമാത്രമല്ല, അഷ്റഫ് വാളൂരിൻ്റെ ഉള്ള ഒരു പ്രത്യേകത, ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു ദീർഘകാലം എന്നതുകൂടിയാണ്. ഒരു ദീർഘകാലം മാധ്യമപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആൾ കൂടിയാണ് അഷ്റഫ്. അഷ്റഫ് സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. തീർച്ചയായും. സാധാരണ നമ്മളൊക്കെ മുമ്പും ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് അഷ്റഫിൻ്റെ മേഖല കൂടി ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കാലത്തും ഇത്തരം സംഗതികളൊക്കെ ദീർഘമായി നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇപ്പോഴും ആ സംഗതികളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതേക്കുറിച്ചുള്ള വിലയിരുത്തലുകളും ചർച്ചകളും ഒക്കെ കൂടുതൽ സജീവമാക്കി ഏതാണ്ട് പൂർണ്ണമായും അതിലേക്ക് തന്നെ പോയിരിക്കുന്നു അഷ്റഫ്. അതെ, തീർച്ചയായും. അത് സംസാരിക്കാതെയും എഴുതാതെയും വായിക്കാതെയും ചിന്തിക്കാതെയും ഇരിക്കാൻ പറ്റില്ലല്ലോ. പല അർത്ഥത്തിൽ പറ്റില്ല. ഒന്ന്, നമ്മൾ ഇടപെടുന്ന അക്കാഡമിക് മേഖല. ഞാൻ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടീച്ചറാണ്. വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിൽ വെസ്റ്റ് ഏഷ്യയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ചരിത്ര വികാസം, അതിൻ്റെ പശ്ചാത്തലം, വെസ്റ്റ് ഏഷ്യയുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ ഘടന, അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതി, അവരുടെ ഭരണകൂട സംവിധാനം, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും സമകാലിക രാഷ്ട്രീയം സ്വാഭാവികമായും പഠിപ്പിക്കുകയും സംസാരിക്കുകയൊക്കെ വേണ്ടി വരും. ആ രീതിയിൽ അത് നമ്മുടെ തൊഴിൽപരമായൊരു നിർബന്ധിത സാഹചര്യം അതിലുണ്ട്. മാധ്യമപ്രവർത്തനം മിസ് ചെയ്യുന്നുണ്ടോ അഷ്റഫേ? മാധ്യമപ്രവർത്തനം മിസ് ചെയ്യുന്നുണ്ടോ? ജേർണലിസം മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ജേർണലിസം തീർച്ചയായിട്ടും മിസ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 1.5 വർഷത്തെ അനുഭവം പറയുകയാണെങ്കിൽ, അധ്യാപനം വളരെ ഇഷ്ടപ്പെട്ട് ഈ മേഖലയിലേക്ക് വന്ന ഒരാളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ്, പ്രധാനപ്പെട്ട വാർത്താ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പം അത് നേപ്പാളിലെ ഭരണകൂട വിരുദ്ധ പോരാട്ടങ്ങളാവട്ടെ, സമരങ്ങളാവട്ടെ, പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളാവട്ടെ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആവട്ടെ, ഇതൊക്കെ വരുമ്പം അറിയാതെ ഒരു എന്താ പറയുക, ഒന്ന് അതിലേക്ക് എടുത്തു ചാടാനുള്ള ഒരു ത്വരയുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. വൺസ് നമ്മളൊരു ജേർണലിസ്റ്റ് ആണെങ്കിൽ എല്ലാ കാലത്തും ജേർണലിസ്റ്റ് തന്നെയാണ്. ജേർണലിസം എന്ന് പറഞ്ഞാൽ ഒരു ആജീവനാന്ത പ്രക്രിയയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ജേർണലിസ്റ്റ് സെൻസ് എന്ന് പറയുന്നത് അത് വാർത്തകളോടുള്ളൊരു ആഭിമുഖ്യമാണ്. പലപ്പോഴും ഒരു കൺസേൺ ഉണ്ടാവും. ഓക്കെ, തീർച്ചയായും. എന്തായാലും നമുക്കിപ്പോൾ സംസാരിച്ച് പോകാനുള്ളത് ഇപ്പോൾ ഖത്തറിലെ ഈ സാഹചര്യവുമൊക്കെയായി ബന്ധപ്പെട്ട് തന്നെയാണ്. സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളികൾക്ക് പല തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാവും. അതിനപ്പുറത്ത് ലോകക്രമത്തിൽ തന്നെ ഒരുപക്ഷെ മാറ്റം വന്നേക്കാവുന്ന തരത്തിലുള്ള ചില നടപടികൾ അവിടെ ഉണ്ടായിരിക്കുന്നു എന്നും അമേരിക്ക ഇപ്പോൾ ഞങ്ങളിത് നേരത്തെ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞ ഉടനെ തന്നെ ഖത്തറിനെ അറിയിച്ചു എന്നൊക്കെയുള്ള വാദങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും, അമേരിക്കയുമായുള്ള ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ ബന്ധത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ. നമുക്ക് ഇസ്രായേലിലേക്ക് വരാം. അതുതന്നെയാണ് തീർച്ചയായും പ്രധാനപ്പെട്ട സംഗതി. പക്ഷേ ഇതിലെ അമേരിക്കയുടെ നിലപാടിനെ എങ്ങനെയാണ്, വിശ്വാസത്തോടെ ആണോ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ കാണുന്നത്? തീർച്ചയായും ഹർഷൻ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമാണ് ഇസ്രായേലിൻ്റെ ഈ ആക്രമണം. ഒരുപക്ഷേ ഏതെങ്കിലും ഒരു GCC രാജ്യത്തിനെതിരെ ഇസ്രായേൽ ആദ്യമായി നടത്തുന്ന ഇത്തരത്തിലുള്ളൊരു ആക്രമണം കൂടിയാണ്. അത് പ്രത്യേകിച്ച് ഖത്തർ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ മാത്രമല്ല, ഇന്നത്തെ ആഗോള ലോകക്രമത്തിൽ തന്നെ ഒരു മീഡിയേറ്ററായി വർത്തിക്കാവുന്ന, ഏറ്റവും നല്ല ഒരു മീഡിയേഷൻ സ്വഭാവമുള്ള, പല കാര്യങ്ങളിലും അന്തർദേശീയ സമൂഹത്തിൻ്റെ കൺസേണുകളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. വളരെ ചെറിയ രാജ്യമാണ്, ജനസംഖ്യ വളരെ കുറവാണ്. പക്ഷേ അവരുടെ ഒരു സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ലോകത്ത് മറ്റ് ഏത് മുൻനിര രാജ്യങ്ങളുമായി കവച്ചു വയ്ക്കാവുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ദീർഘകാലം അമേരിക്കയും നാറ്റോ സൈന്യവും അവിടെ താലിബാനുമായി യുദ്ധത്തിൽ
ആവശ്യപ്പെട്ടു. അവസാനം അമേരിക്കയും താലിബാനും തമ്മിലുള്ള ഒരു കരാർ മീഡിയേറ്റ് ചെയ്യുന്നത് ഖത്തറാണ്. ഖത്തറിൽ താലിബാൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. താലിബാൻ അവിടെ അവരുടെ കാര്യങ്ങൾ നേതൃത്വം അവിടെ വന്നിരുന്നു. അവരും അമേരിക്കയുമായി അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റ് ശക്തികളുമായി ഒരു മീഡിയേഷൻ സാധ്യമാക്കിയത് ഖത്തറാണ്. ഇതുപോലെ തന്നെയാണ് ഹമാസിനും ഇസ്രായേലിനും അമേരിക്കയ്ക്കും താല്പര്യമുള്ള രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റ് സോണിൽ അല്ലെങ്കിൽ ഒരു സംഘർഷ ഭൂമിയിൽ അല്ലെങ്കിൽ സംഘർഷ സാഹചര്യങ്ങളിൽ ലോകക്രമത്തെ നിലനിർത്താനുള്ള സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിഷ്കൃത രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇസ്രായേൽ ഒരു മെസ്സഞ്ചറിനെ തന്നെ അല്ലെങ്കിൽ ലോക സമാധാനത്തിനു വേണ്ടി നേരിട്ട് ഇതിൽ കക്ഷി അല്ലാഞ്ഞിട്ട് പോലും ഒരു ആഗോള സമാധാനം, അന്തർദേശീയ സമാധാനം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പരിഷ്കൃത രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. ആ ഖത്തറിനെ തന്നെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പരമാധികാരത്തിൽ കടന്നു കയറിയിരിക്കുന്നു, അന്തർദേശീയ മര്യാദ ലംഘിച്ചുകൊണ്ട് അവിടെ ബോംബ് വർഷിച്ചിരിക്കുന്നു, ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആണ്. ഒരുപക്ഷേ ഗൾഫ് രാജ്യങ്ങൾ നിങ്ങൾ നോക്കൂ, സമീപകാലത്ത് ഇത്രമാത്രം ആഗോളതലത്തിലുള്ള എല്ലാ രാജ്യങ്ങളും, ഏതാണ്ട് എല്ലാ ഉത്തരവാദപ്പെട്ട രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ ചെയ്തിയെ അപലപിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഒമാൻ ഉൾപ്പെടെയുള്ള കുവൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ GCC രാജ്യങ്ങളും ഇതിനെ അപലപിച്ചിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ അതിശക്തമായ ഭാഷയിൽ ഇസ്രായേലിൻ്റെ നടപടിയെ അപലപിച്ചിരിക്കുന്നു. ഈ സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഗൾഫ് മേഖലയിൽ അറബ് രാജ്യങ്ങൾക്ക് മുമ്പില്ലാത്തൊരനുഭവമാണ്. അവർ ഇതുവരെ കരുതിയിരുന്നത് അമേരിക്കയുടെ സുരക്ഷാ സംവിധാനങ്ങൾ, അമേരിക്കയുടെ മിലിറ്ററി ബേസ് അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യത്തോട് ചേർന്ന് നിന്ന് പോകുന്ന തങ്ങളുടെ രാഷ്ട്രീയ അന്തർദേശീയ വിദേശ നയം സ്വാഭാവികമായും തങ്ങളുടെ പരമാധികാരത്തിൻ്റെയും തങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റിയുടെയും രക്ഷയ്ക്കെത്തുമെന്നായിരുന്നു. അതെത്തില്ല എന്ന് ഈ അറബ് രാജ്യങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഖത്തർ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന നമ്മൾ കാണണം. അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നു, ഇത് സ്റ്റേറ്റ് ടെററിസമാണ്. നെതന്യാഹുവിനെ ഇതിൻ്റെ പേരിൽ അന്തർദേശീയ സമൂഹം അതിൻ്റെ അർഹിച്ച ശിക്ഷ അദ്ദേഹത്തിന് നൽകണം. ഇത് സ്റ്റേറ്റ് സ്പോൺസേഡ് സ്റ്റേറ്റ് ടെററിസം എന്നുള്ള വാക്കാണ് ഖത്തർ പ്രധാനമന്ത്രി ഈ കാര്യത്തെ വിശേഷിപ്പിച്ചത്. എത്രമാത്രം അവർ അതിൽ രോഷാകുലരാണ് എന്ന് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല GCC ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് പലവിധ കാരണങ്ങളാൽ സമീപകാലത്ത് ദുർബലപ്പെട്ടു വരുന്ന ഒരു പ്രാദേശിക കൂട്ടായ്മയായിരുന്നു. പക്ഷേ ആ മേഖലയുടെ സെക്യൂരിറ്റി വീണ്ടും വലിയൊരു കൺസേണായി അറബ് രാജ്യങ്ങൾക്ക് മാറിയിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സംഘർഷം നടന്നിരുന്നത് അവരുടെ അതിർത്തിക്ക് പുറത്തായിരുന്നു. ഗസയിൽ നടക്കുന്നുണ്ട്, ഫലസ്തീനിൻ്റെ മേഖലയിൽ നടക്കുന്നുണ്ട്, ഇറാനിൽ നടക്കുന്നുണ്ട്, ലബനാനിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജോർദാനിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഞങ്ങൾ സേഫാണ്. കാരണം GCC ഗൾഫ് രാജ്യങ്ങൾ, ഈ എണ്ണ സമ്പന്ന രാജ്യങ്ങൾ അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ച് അമേരിക്കയുടെ മിലിറ്ററി ബേസിനെ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് അമേരിക്കൻ ലീഡർഷിപ്പിൻ്റെ അന്തർദേശീയ താല്പര്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു സേഫ് സെക്യൂരിറ്റി, ഞങ്ങളുടെ ദേശസുരക്ഷ, നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റ് പൂർണ്ണമായും ഇതുകൊണ്ടൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതായിരുന്നു നമ്മുടെ ധാരണ. പക്ഷേ ആ ധാരണ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ ആഘാതമാണ്. തീർച്ചയായും. പക്ഷേ ഈ ഖത്തറൊക്കെ പ്രത്യേകിച്ച് അമേരിക്കയുമായി ഏറ്റവും അടുത്ത് നിൽക്കുകയും അവിടെ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി ബേസ് അമേരിക്കയ്ക്ക് അവിടെ അനുവദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും ഇത്തരത്തിൽ ഒരു ഏകധ്രുവ ലോകത്തിൻ്റെ സ്വഭാവത്തിൽ നിൽക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഒരുപക്ഷേ ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെത്തില്ലേ? നേരത്തെ തന്നെ ഖത്തറിനോട് മറ്റു പലതരത്തിലും അഭിപ്രായ ഭിന്നതയുള്ള രാഷ്ട്രങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ സൗദിയും ഖത്തറും ഒക്കെ തമ്മിൽ പലതരത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്ന രാഷ്ട്രങ്ങളാണ്. പക്ഷേ ആദ്യം പ്രതികരിച്ചതും ഏറ്റവും ശക്തമായി നിലപാടെടുത്തതും സൗദി അറേബ്യ ആണ് എന്നുള്ള പ്രത്യേകത ഈ ഘട്ടത്തിലുണ്ട്. എല്ലാ രാജ്യങ്ങളും, ഇപ്പോൾ ചൈനയായാലും റഷ്യയായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു തലത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശക്തമായി പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സമീപകാലത്ത് കണ്ട ഇപ്പോൾ ട്രേഡ് വാറിന് ശേഷം കാണുന്ന ഈ പ്രതികാര ചുങ്കത്തിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ടല്ലോ, ആ സാഹചര്യം കൂടി ഈ പുതിയ അവസ്ഥയിൽ അവിടെ മിഡിൽ ഈസ്റ്റിൽ കൂടി പ്രതിഫലിക്കുമോ? തീർച്ചയായും ഉണ്ടാകും. കാരണം ഈ ഗൾഫ് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിൽ പലവിധ സമ്മർദ്ദങ്ങളുണ്ട്. അപ്പോൾ ഗസയിലെ ഇസ്രായേൽ ജനോസൈഡ് തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ, അതിനു മുമ്പ് തന്നെ ഗൾഫ് ഭരണകൂടങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ട്. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യങ്ങളല്ലാത്തത് കൊണ്ട്, നമ്മുടെ പോലെയുള്ള ഇന്ത്യ പോലുള്ള ഒരു മാധ്യമ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ആധുനിക മോഡേൺ ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്സിൻ്റെ ഒരു സ്ട്രക്ചറോ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ പ്രതിഷേധങ്ങൾ പല രീതിയിൽ പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ. ഭരണകൂടമല്ല ജനങ്ങളെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അറബ് ഭരണകൂടങ്ങൾ
ഭരണകൂടങ്ങൾക്ക് ഉള്ള താല്പര്യമല്ല അറബ് ജനതയുടെ താല്പര്യം. അവർക്ക് തീർച്ചയായും ഗസയിൽ നടക്കുന്ന ഈ വംശഹത്യ ലോകത്ത് ഏത് പരിഷ്കൃത മനുഷ്യനും ഏത് പരിഷ്കൃത രാജ്യങ്ങൾക്കും സമൂഹങ്ങൾക്കും ഉള്ള ആശങ്കയും അനിഷ്ടവും ഒക്കെ തന്നെ ഈ കാര്യത്തിൽ അറബ് ജനതയ്ക്കുണ്ട്. പക്ഷേ ഭരണാധികാരികൾ പലപ്പോഴും അവരുടെ നിലനിൽപ്പിനെ ഒരു പ്രധാന കാര്യമായി കാണും. ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് പ്രധാനമായതുകൊണ്ട് തന്നെ അത്തരം താല്പര്യങ്ങളും അത്തരം വിമർശനങ്ങളും പുറത്തു വരാതെ അവർ മൂടി വെക്കുകയോ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമ്മർദ്ദം പ്രത്യേകിച്ച് ഈ 2023 ഒക്ടോബറിന് ശേഷം അറബ് ഭരണകൂടങ്ങൾ അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പക്ഷെ അപ്പോഴൊക്കെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു പരിധിവരെ അവിടുത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞത്, നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ ദേശസുരക്ഷ, നമ്മുടെ പൗരന്മാരുടെ ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാരുടെ സുരക്ഷ ഒരു ഭംഗം, അതിനെതിരായ ഒരു അതിക്രമം ഉണ്ടാവാത്തിടത്തോളം നമുക്കതിൽ കൺസേൺ അല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറിയിരിക്കുന്നു. നമ്മൾ പോലും സുരക്ഷിതരല്ല. ഇസ്രായേലിൻ്റെ ആക്രമണം പിന്നെ പലസ്തീനും കടന്ന്, ഇറാനും കടന്ന്, ലെബനനും കടന്ന്, സിറിയയും കടന്ന്, ട്യൂണീഷ്യയും കടന്ന് നമ്മളിലേക്ക് കൂടി വന്നിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അറബ് ഭരണകൂടങ്ങൾക്കുണ്ടാകുന്നു. അതവിടെ സ്വാഭാവികമായും അവിടെയുള്ള അമേരിക്കൻ വിരുദ്ധ, ഇസ്രായേൽ വിരുദ്ധ ജനരോഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പം ഒരു പക്ഷേ അറബ് ഭരണകൂടങ്ങൾക്ക് തന്നെ അവിടെയുള്ള ജനങ്ങളുടെ ജനവികാരത്തെ തടുത്തു നിർത്താൻ കഴിയണം എന്നില്ല. ആ ഒരു ആശങ്ക അറബ് ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായി ഇവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതും. അവർ പ്രതീക്ഷിച്ചത് അമേരിക്കയുടെ മിലിറ്ററി ബേസ് തങ്ങളുടെ രാജ്യത്തുണ്ടായാൽ, അമേരിക്കയുടെ സൈനിക താല്പര്യങ്ങൾക്ക് നമ്മളൊപ്പം നിന്നാൽ തീർച്ചയായും നമുക്ക് അന്തർദേശീയ സമൂഹത്തിൽ ഒരു സുരക്ഷിത കവചം അമേരിക്ക ഒരുക്കുമെന്നുള്ളതായിരുന്നു. അതുണ്ടായില്ല. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു, ഞാൻ അതാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഇസ്രായേലിന്റെ നിലപാട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവിടെ നടന്നിരിക്കുന്ന ഖത്തറിന്റെ ഒരു ഇടപെടലിലൂടെ ഖത്തറിൽ നടക്കുന്ന, ദോഹയിൽ നടക്കുന്ന ചർച്ചകൾ പ്രധാനമായും അതിൽ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. ട്രംപ് ഈ ബന്ദികളുടെ മോചനം അടക്കമുള്ള വിഷയങ്ങളിൽ, അല്ലെങ്കിൽ അവിടുത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ട്രംപ് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ കൂടി വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ മേൽ നടക്കുന്ന ചർച്ച എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ ഇസ്രായേലിൻ്റെ പ്രതിനിധി കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിന് ശേഷം പ്രതികരിച്ച് കണ്ടത് എത്ര നിസ്സാരമായാണ് ഇസ്രായേൽ ഈ ട്രംപിൻ്റെ നിർദ്ദേശങ്ങളെയും ഖത്തറിൻ്റെ മധ്യസ്ഥതയും ഒക്കെ കാണുന്നത് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. കാരണം അതത്ര ഗൗരവമുള്ള ചർച്ചയൊന്നും അല്ല അവിടെ നടക്കുന്നത് എന്ന് തന്നെയാണ് പ്രതികരിച്ചത്. മാത്രമല്ല അവിടെ ഖത്തറിൻ്റെ ഒരു സഹായത്തോടെ എങ്ങനെയെങ്കിലും ഗാസയിലെ ഭരണത്തിൽ നിലനിൽക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണം കൂടിയാണ് ഇന്ത്യയിലെ ഇസ്രായേലിൻ്റെ പ്രതിനിധി വെച്ചത്. അതായത് ആ നിലയ്ക്കുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി പോലും അത്ര നിസ്സാരവൽക്കരിച്ച് ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഇനി ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കുമല്ലോ. കാരണം അമേരിക്കയുടെ ഈ നിലപാടിനോട് തന്നെ അത്ര പുച്ഛത്തോടെയാണ് ഇസ്രായേൽ പ്രതികരിക്കുന്നത്. അത് തീർച്ചയായും ഇപ്പോൾ ഇന്ത്യയിലുള്ള ഇസ്രായേൽ പ്രതിനിധി മാത്രമല്ല, അമേരിക്കയിലെ ഇസ്രായേൽ അംബാസഡർ പറഞ്ഞത് അമേരിക്കൻ വിദേശ നയ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം എല്ലാ കാലത്തും ഇസ്രായേൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ ഞാനിത് മനസ്സിലാക്കുന്നത് ഡൊണാൾഡ് ട്രംപിന് വലിയ വിശ്വാസക്കമ്മി ഉണ്ടായിരിക്കുന്നു. അമേരിക്ക ഒരു ലോക പോലീസ് എന്ന നിലയിൽ നിന്ന് മാറി ലോകത്തെ പ്രധാന കോൺഫ്ലിക്റ്റ് സോണുകളിൽ ജനാധിപത്യപരമായി ഇടപെട്ട് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നവരാണ് ഞങ്ങളെന്നുള്ള വായ്ത്താരി അവസാനിപ്പിക്കേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു. അമേരിക്കയ്ക്ക് വലിയ വിശ്വാസക്കമ്മി ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന് വലിയ വിശ്വാസക്കമ്മി ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇറാനുമായി ആണവ കരാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കാനിരിക്കുന്നതിന് തൊട്ട് മുന്നാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. അതിനുശേഷം ആദ്യം ട്രംപ് അതിൽ നിരാശ രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ഇസ്രായേലിനൊപ്പം ചേർന്ന് ഒരു പേരിനെങ്കിലും ഇറാനിൽ ഒരു ആക്രമണം നടത്തി ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് തൽക്കാലത്തേക്ക് ആ യുദ്ധം അവസാനിക്കുന്നു. തൊട്ടു പിന്നാലെ ട്രംപിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു സമാധാന കരാർ ഒപ്പുവെക്കാൻ, ഒരു സീസ് ഫയർ ഒപ്പുവെക്കാൻ ഹമാസ് ട്രംപിൻ്റെ നിർദ്ദേശം ചർച്ച ചെയ്യാനിരിക്കുന്നിടത്തേക്ക് വീണ്ടും ഒരു മൂന്നാം രാജ്യത്തേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അപ്പം ട്രംപിന് പറയേണ്ടി വരുന്നു ഞാനിത് അറിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? അമേരിക്കയുടെ പ്രസിഡന്റ്, ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന് സങ്കല്പിക്കപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ദുർബലപ്പെടുകയാണ്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വലിയ തോതിലുള്ള വിശ്വാസക്കമ്മി ഉണ്ടാകുന്നു. അന്തർദേശീയ സമൂഹത്തിൽ അമേരിക്കയുടെ വിശ്വാസത്തെ ഇടിയുന്നു. ഇത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ ഈ ഇസ്രായേലിലെ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഫാർ റൈറ്റ് തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് ലോബി അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ മുഖ്യധാരാ താല്പര്യങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും അല്ലെങ്കിൽ അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ ജൂയിഷ് ലോബിയുമായി ചേർന്ന് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇസ്രായേലിൻ്റെ സൈനിക നടപടികളും രാഷ്ട്രീയ നീക്കങ്ങളും കൊണ്ടുപോകുന്നുള്ളതാണ്. അത് അമേരിക്കയുടെ
മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ മറികടക്കാനുള്ള ഒരു സംവിധാനം ഒരുപക്ഷെ അമേരിക്കയുടെ ഈ ഡീപ് സ്റ്റേറ്റിനുണ്ടാകും. അതെല്ലാ രാജ്യത്തും, പല രാജ്യങ്ങൾക്കും നമുക്കറിയാം. ഈ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വം മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് നമ്മൾ കരുതരുത്. അവരെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഷ്റഫ്. അതായത് അമേരിക്കയുടെ തീരുമാനങ്ങളെ അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് മാത്രം ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങളായി വിശദീകരിക്കേണ്ടതില്ല. ദീർഘമായ അമേരിക്കയുടെ പദ്ധതികൾ, അവരുടെ താല്പര്യങ്ങൾ, CIA-യുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം ഇതിൽ പ്രകടമാകും. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് സ്വാഭാവികമായും പല ഘട്ടത്തിലും ആ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു സമാധാനത്തിൻ്റെ കാവലാൾ എന്നുള്ള മട്ടിലൊക്കെ ഒരു നൊബേൽ സമ്മാനം മരിക്കുന്നതിന് മുമ്പ് നേടണം എന്നുള്ള ലക്ഷ്യത്തിലൊക്കെ ട്രംപ് നീങ്ങുമ്പോൾ ആ രാജ്യത്തിൻ്റെ താല്പര്യം തീർച്ചയായും അതല്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു. അത് ചർച്ചയായിരുന്നു. ഏതാണ്ട് അതിന് പ്രകടമായ തെളിവ് ഈ ഇസ്രയേലിൻ്റെ ഖത്തറിലെ ആക്രമണത്തിലൂടെ ഉണ്ടായി എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും തൽക്കാലം നമുക്ക് ഈ ഹലോ മലയാളത്തിലെ ഈ ഒരു ഘട്ടം നമുക്ക് അങ്ങോട്ട് കടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിവിടെ ഈ സംഭാഷണം ഏതാണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അഷ്റഫ്, എന്തായാലും അഷ്റഫിൻ്റെ മാധ്യമപ്രവർത്തനം പോലെ തന്നെ ഗംഭീരമാണ് അഷ്റഫിൻ്റെ അധ്യാപനവും എന്ന് നമുക്ക് ഏതായാലും ഉറപ്പിക്കാം. കാരണം വളരെ കൃത്യമായ വിലയിരുത്തലുകളും വിശകലനങ്ങളും തന്നെയാണ് അഷ്റഫ് നൽകിയത്. വളരെ സന്തോഷം, നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്.